വെൽക്കം. റഹ്മാനാണ്. ഫ്രീ റാഡിക്കൽസ് ആൻഡ് ആന്റി ഓക്സിഡൻസ് അതിലെ പാർട്ട് 2 വീഡിയോ ആണിത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് ഫ്രീ റാഡിക്കൽസ് അത് പറഞ്ഞു, ഏതെല്ലാമാണ് ഫ്രീ റാഡിക്കൽസ് എന്ന് പറഞ്ഞു, ആൻഡ് അതുണ്ടാകുന്ന ഒരു 12 കാരണങ്ങൾ, അതെങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ള 12 കാരണങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. സോ ഈ വീഡിയോയിൽ നമ്മൾ ഫ്രീ റാഡിക്കൽസ് മൂലമുണ്ടാകുന്ന ദോഷങ്ങൾ, ഉണ്ടാകാവുന്ന ക്ലിനിക്കൽ പ്രശ്നങ്ങൾ, എന്തെല്ലാമാണ് പ്രധാനപ്പെട്ട അസുഖങ്ങൾ, സോ രണ്ടും നമ്മൾ പറയും. അതിനൊപ്പം മാർക്കർ ഓഫ് ഫ്രീ റാഡിക്കൽ ഇഞ്ചുറി അതും കൂടി ഒന്ന് പറയാം. ദെൻ അതിനുശേഷം ഈ ഇഞ്ചുറി ഉണ്ടാക്കുന്ന ഈ മോൺസ്ട്രസ് ഫ്രീ റാഡിക്കൽസിൽ നിന്ന് നമുക്ക് സംരക്ഷണം നൽകുന്നത് ആര് എന്ന ചോദ്യം. അപ്പോൾ നമുക്ക് ആന്റി ഓക്സിഡൻസിനെ കുറിച്ച് പറയണം. ആന്റി ഓക്സിഡൻസ് ടൈപ്സ്, ഡിഫറെന്റ് ടൈപ്സ് നമ്മൾ പറയും. ദെൻ വി വിൽ ക്ലാസിഫൈ ദം, ക്ലാസിഫിക്കേഷൻ പറയും. ആൻഡ് ഓരോ ആന്റി ഓക്സിഡൻസിന്റെ റോൾ അത് നമ്മൾ പറഞ്ഞു പോകും. ആൻഡ് അതിനൊപ്പം തന്നെ നമ്മൾ ഈ ഫ്രീ റാഡിക്കൽസ് സ്കാവൻ ചെയ്യുന്ന പ്ലാന്റ് പ്രൊഡക്ട്സ് ആന്റി ഓക്സിഡൻസ് അതിനെക്കുറിച്ച് കൂടി ഒന്ന് പറഞ്ഞു പോകും. സോ ഇതാണ് ഈ വീഡിയോ. സോ അബൌട്ട് ഫ്രീ റാഡിക്കൽസ് റിലേറ്റഡ് ഡിസീസസ് ആൻഡ് ആന്റി ഓക്സിഡൻസ്. ഫ്രീ റാഡിക്കൽസ് ഒരു മോൺസ്ട്രസ് കെമിക്കൽസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. യാതൊരു വകതിരിവുമില്ലാത്ത കെമിക്കൽസ് ആണ്. ചിലപ്പോൾ ശരീരം നല്ല ലക്ഷ്യത്തിൽ ഉണ്ടാക്കുന്നതാണ് ഫിസിയോളജിക്കൽ പ്രോസസ് വഴി, അല്ലെങ്കിൽ പത്തോളജിക്കൽ ഇൻഫ്ലമേഷൻ സമയത്ത് മൈക്രോ ഓർഗാനിസത്തിനെയൊക്കെ കൊല്ലാൻ നേരത്തും ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ഇവ ഉണ്ടാക്കുന്ന ഈ പാത്ത് വേയിൽ എവിടെയെങ്കിലും ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അമിതമായിട്ട് ഓക്സിഡേറ്റീവ് സ്ട്രെസ് അങ്ങനെയൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഈ ഫ്രീ റാഡിക്കൽസിന്റെ എമൗണ്ട് ഭയങ്കര അധികം വർദ്ധിക്കും. ഈ ഫ്രീ റാഡിക്കൽസിന്റെ പ്രോപ്പർട്ടി നമ്മൾ പറഞ്ഞു, ഇലക്ട്രോൺ സ്വന്തമാക്കാൻ ആരെയും ആക്രമിക്കുന്ന സ്വഭാവമുള്ളതാണ്. സോ ഇവ ഉണ്ടാകുന്ന സ്ഥലത്തെ സെൽസ് ടിഷ്യൂസിനെ എല്ലാം ആക്രമിക്കും. സോ മിക്കവാറും ആദ്യം ആക്രമിക്കുക ഇതൊരു സെല്ലാണെങ്കിൽ ഈ സെല്ലിന്റെ സെൽ മെംബ്രെയിൻ ആണല്ലേ. സെൽ മെംബ്രെയിൻ മീൻസ് ഫോസ്ഫോലിപ്പിഡ് ബൈലെയർ ആണ്. ഇപ്പൊ ലിപ്പിഡ് പെറോക്സിഡേഷൻ ഉണ്ടാക്കും. അതിന്റെ നമ്മൾ സ്റ്റെപ്പ് പറഞ്ഞു. അതിൽ തന്നെ PUFA, പുഫ മീൻസ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഉള്ള അതിനൊക്കെ ആണെങ്കിൽ കൂടുതലായിട്ട് ആക്രമിച്ചിട്ട് അവിടെ നിന്ന് കൂടുതൽ ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകും. സോ ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. ഒരു സെല്ലിനെ ആക്രമിക്കുമ്പോൾ ആദ്യം സെൽ മെംബ്രെയിൻ ആക്രമിക്കും. ആൻഡ് ഇവിടെ തല്ലിപ്പൊളിച്ച് കഴിഞ്ഞാൽ പിന്നെ അകത്തേക്ക് കയറും. സൈറ്റസോളിന്റെ അകത്ത് ഒരുപാട് പ്രോട്ടീനുകൾ ഉണ്ട് അല്ലെ. സെൽ ഓർഗനലൈസ് ആൻഡ് പ്രോട്ടീൻ, ഡിഫറെന്റ് ടൈപ്സ് പ്രോട്ടീൻ ഉണ്ട്. ഇതിനൊക്കെ കയറി ആക്രമിക്കും. അപ്പോൾ പ്രോട്ടീൻ മിസ് ഫംഗ്ഷൻ, ഈ പ്രോട്ടീൻ ശരിയായിട്ട് വർക്ക് ചെയ്യത്തില്ല, സെല്ലുലാർ മിസ് ഫംഗ്ഷൻ ഉണ്ടാകും. ഇപ്പോൾ പല പ്രോട്ടീനകത്തും സൾഫൈഡ്രൽ ഗ്രൂപ്പ് SH ഗ്രൂപ്പ്സ് ഒക്കെ ഉണ്ടാകും. അല്ലെങ്കിൽ ചില അമിനോ ആസിഡ്സ് ടൈറമിൻ ആകാം, അല്ലെങ്കിൽ ടൈറോസിൻ, മെത്തിയോണിൻ, സിസ്റ്റീൻ, അങ്ങനെയൊക്കെയുള്ള അമിനോ ആസിഡ്, ട്രിപ്റ്റോഫാൻ, ഇങ്ങനെയൊക്കെയുള്ള അമിനോ ആസിഡ്, പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ അമിനോ ആസിഡ് വെച്ചിട്ടാണല്ലോ ഉണ്ടാക്കിയത്. അതിൽ കയറി ആക്രമിച്ച് അതിനൊക്കെ മോഡിഫൈ ചെയ്ത് കഴിഞ്ഞാലും ഡിസ്ഫങ്ഷൻ ഓഫ് സെൽസ് ഉണ്ട്. ആൻഡ് ഇതും കഴിഞ്ഞിട്ട് അകത്ത് ന്യൂക്ലിയസിന്റെ അകത്തേക്ക് കയറും അല്ലേ. ന്യൂക്ലിയസ് ഞാൻ കുറച്ചും കൂടി വലുതായിട്ട് വരയ്ക്കാം. ന്യൂക്ലിയസിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയർ മെംബ്രെയിൻ തകർക്കണം അല്ലേ. എന്നിട്ട് ന്യൂക്ലിയർ മെംബ്രെയിൻ പൊളിക്കാം. കേടുപാട് ഉണ്ടായി കഴിഞ്ഞാൽ ന്യൂക്ലിയസിനകത്ത് ഇവിടെ ഇങ്ങനെ DNA ഇരിപ്പുണ്ടാവും. സോ DNA ആക്രമിച്ച് കഴിയുമ്പോൾ മ്യൂട്ടേറ്റഡ് DNAയിൽ നിന്ന് ഉണ്ടാകുന്നത് ശരിയായിട്ടുള്ള ഒരു പ്രോട്ടീൻ ഉണ്ടാവുന്നതിന് പകരം ഇപ്പൊ ഇങ്ങനെയാണ് പ്രോട്ടീൻ ഉണ്ടാവുന്നതിന് പകരം ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാകും. അത് ശരിയായിട്ട് വർക്ക് ചെയ്യത്തില്ല. സോ മ്യൂട്ടേറ്റഡ് പ്രോട്ടീൻസ് ഉണ്ടാകും. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞാണ് ഏജിങ് പ്രായമാകുന്നതിന്റെ പ്രധാന കാരണമായിട്ട് പറയുന്നത് ഇതേപോലുള്ള ഫ്രീ റാഡിക്കൽ ഇഞ്ചുറി ഹൈപ്പോത്തിസിസ് ആണ്. നിരന്തരമായ ഒരു സെല്ല് ഇങ്ങനെ ഫ്രീ റാഡിക്കലിന്റെ ഇഞ്ചുറിക്ക് ബാധകമായാൽ, അല്ലെങ്കിൽ അത് മൂലം ഇഞ്ചുറി ഉണ്ടായി കഴിഞ്ഞാൽ അതിന്റെ ലക്ഷണങ്ങൾ നമ്മുടെ സെല്ലുകളിൽ കാണാൻ പറ്റും. അതിന് നമ്മൾ പറയാം വിയർ ആൻഡ് ടിയർ സൈൻ എന്നാണ്. വിയർ ആൻഡ് ടിയർ സൈൻ അല്ലെ. വർഷങ്ങളോളം നമ്മൾ ജീവിക്കുമ്പോൾ നിരന്തരം ഇങ്ങനെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സും ഡാമേജും ഒക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ചില വിയർ ആൻഡ് ടിയർ സ്ട്രെസ് കാണാം, അല്ലെങ്കിൽ ഏജിങ് സൈൻ ഓഫ് ഫ്രീ റാഡിക്കൽ ഇഞ്ചുറി. സോ പ്രധാന മാർക്കർ എന്ന് പറയുന്നത് ലിപ്പോഫ്യൂഷൻ ആണ്. ലിപ്പോഫ്യൂസിൻ എന്ന് പറയുന്ന സംഭവമാണ്. പ്രധാനമായിട്ടുള്ള ഒരു ബ്രൗൺ പിഗ്മെന്റ് ആണ്. ബ്രൗൺ പിഗ്മെന്റ് നമ്മൾ വയസ്സായവരുടെ സ്കിൻ കൈയൊക്കെ എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കുത്തുകൾ പോലെ കാണും. ഓക്കെ, ഈ കുത്തുകളൊക്കെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഫ്രീ റാഡിക്കൽസ് ഒക്കെ മൂലമുള്ള ഇഞ്ചുറി ഉണ്ടാകുന്ന സ്പോട്ടുകളാണ്. സോ ഏതെങ്കിലും ഇപ്പോൾ ഒരു ഓർഗൻ, ഇപ്പോൾ ലിവർ ആണെന്ന് വിചാരിക്കാം. ലിവർ എന്ന് പറയുന്ന ഒരു ഓർഗനിൽ ഇത് ഇങ്ങനെ അടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ ആ ലിവറിൽ നമുക്ക് ഇതെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലിപ്പോഫ്യൂസിൻ പോലെയുള്ള പിഗ്മെന്റ്. സോ ലിപ്പോഫ്യൂസിൻ ആണ് പിഗ്മെന്റ് ഡിപ്പോസിഷൻ ഇസ് എ മാർക്കർ. സോ ദിസ് എ മാർക്കർ ഓഫ് ഫ്രീ റാഡിക്കൽ ഇഞ്ചുറിയുടെ ഒരു മാർക്കറായിട്ട് നമുക്ക് കരുതാം. സോ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ഇനി ദിസ് ഫ്രീ റാഡിക്കൽസ് മൂലമുണ്ടാകുന്ന പ്രധാനപ്പെട്ട ഡിസീസ് കണ്ടീഷൻസ്, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കാർഡിയോവാസ്കുലർ സിസ്റ്റത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ASCVD പോലെയുള്ള ബിക്കോസ് ഓഫ് ദിസ് അതീറോസ്ക്ലീറോസിസ് ആണ്. ASCVD എന്ന് വെച്ചാൽ അതീറോസ്ക്ലീറോസിസ് മൂലമുള്ള കാർഡിയോവാസ്കുലർ ഡിസീസ് ആണ്. സോ ബ്ലഡ് ഞാനിങ്ങനെ വരയ്ക്കുകയാണ്. ദിസ് ഈസ് ബ്ലഡ് വെസൽസിനകത്ത് ബ്ലഡിൽ ഒരുപാട് LDL എന്ന് പറയുന്ന കൊളസ്ട്രോൾ കൂടുതലാണെന്ന് കരുതുക. സോ ഫ്രീ റാഡിക്കൽസുമായിട്ട് ചേരുമ്പോൾ ഇത് LDL ബിക്കം ഓക്സിഡൈസ്ഡ് LDL ആകും. ഓക്സിഡൈസ്ഡ് LDL എന്ത് സംഭവിക്കും? ഓക്സിഡൈസ്ഡ് LDL കാണുമ്പോഴത്തേക്കും നമ്മുടെ ബ്ലഡിലുള്ള മാക്രോഫേജസ് അതിനെ തിന്നാനായിട്ട് വരും. അപ്പോൾ മാക്രോഫേജസ് ഇതിനെ വിഴുങ്ങും. LDL കൊളസ്ട്രോളിനെ വിഴുങ്ങി കഴിയുമ്പോൾ ദാറ്റ് വിൽ ബിക്കം എന്താകും? അതിനെ നമ്മൾ ഫോം സെൽസ് എന്നാണ് വിളിക്കുക. ഫോം സെൽസ് ആയിട്ട് മാറും. ഫോം സെൽസ് എന്ത് ചെയ്യും? അത് ബ്ലഡ് വെസലിന്റെ ഇവിടെ വന്ന് ഒട്ടിച്ചേരും. സോ ഫോം സെൽസ് ഇവിടെ വന്ന് ഒട്ടിച്ചേരുമ്പോൾ ദിസ് വിൽ ബിക്കം ഇങ്ങനെ ഒട്ടിച്ചേർന്ന് കഴിയുമ്പോൾ ദാറ്റ് വിൽ ബിക്കം പ്ലേക്സ് ആയിട്ട് മാറും. ഇങ്ങനെ ബ്ലഡ് വെസൽ, വീണ്ടും ഞാൻ ബ്ലഡ് വെസൽ വരയ്ക്കുകയാണ്. ഇങ്ങനെ ഒരു പ്ലേക്സ് ഇങ്ങനെ ഫോം ചെയ്ത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമുക്കറിയാം ബ്ലഡ് വെസൽസ് നാരോ ആകും.
ഉണ്ടാകും, ബ്ലഡ് വെസൽസ് ബിക്കം ഹാർഡർ. ഓക്കെ, സോ ബ്ലഡ് ഫ്ലോ കുറയും, മാത്രമല്ല ഇത് പൊട്ടാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും. സോ അപ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങൾ അതൊക്കെയാണ് MI അല്ലെ, മയോകാർഡിയൽ ഇൻഫാർക്ഷൻ ഉണ്ടാകാം, സ്ട്രോക്ക് പോലെയുള്ള കണ്ടീഷൻസ് ഇങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ പെരിഫറൽ വാസ്കുലാർ ഡിസീസസ്. സോ ഇങ്ങനെയുള്ള വിവിധ രോഗങ്ങൾ. സോ ഓൾ ദീസ് ആർ അത്തീറോസ്ക്ലീറോസിസ് റിലേറ്റഡ് കാർഡിയോവാസ്കുലാർ ഡിസീസ് ആണ് വൺ പ്രശ്നം. ബിക്കോസ് ഓഫ് ദിസ് ഫ്രീ റാഡിക്കൽസ് LDL കൊളസ്ട്രോളിനെ ഓക്സിഡൈസ് ചെയ്യുന്നത് മൂലം ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട പ്രശ്നമാണ്. രണ്ടാമത്തതും വെച്ചിട്ട് പറയുകയാണെങ്കിൽ രണ്ടാമത്തെ അക്യൂട്ട് ഇൻഫ്ലമേഷൻ ആണ്. അക്യൂട്ട് ഇൻഫ്ലമേഷൻ. സോ ഇവിടെ ധാരാളം ഫ്രീ റാഡിക്കൽസ് ഉണ്ടാകും. ഇത് തൊട്ടടുത്ത സെല്ലിനെ ഡാമേജ് ചെയ്യും, മൈക്രോ ഓർഗാനിസത്തിനെ കൊല്ലാൻ ആണ് ആത്യന്തികമായിട്ട് നല്ലതായിരുന്നു ചെയ്യുന്ന കാര്യം. പക്ഷേ ടിഷ്യൂ ഡാമേജ്, നെക്രോസിസ് എന്നിവ ഉണ്ടാകും. സോ അങ്ങനെ ഉണ്ടാകുന്ന അസുഖങ്ങൾ ഇപ്പോൾ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാകാം. ദെൻ ക്രോണിക് ഗ്ലോമറുലാർ നെഫ്രൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാകാം, അൾസറേറ്റീവ് കൊളൈറ്റിസ്. സോ ഇതെല്ലാം ദീസ് ഓൾ ആർ ഇൻഫ്ലമേറ്ററി ഡിസീസ് ആണ്, ഇതുമൂലം ഉണ്ടാകാവുന്ന ഇൻഫ്ലമേറ്ററി ഡിസീസസ് ആണ്. ഇനി മൂന്നാമത്തെ പ്രശ്നം, അത് നമുക്ക് വെച്ചിട്ട് തന്നെയാണ്. തേർഡ് പ്രോബ്ലം ഈസ് ഏജിങ് ആണ്. ഏജിങ്, വയസ്സാവൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. കോശങ്ങളുടെ പ്രവർത്തന ശേഷി കുറയും, പലവിധ സബ്സ്റ്റൻസുകൾ കോശങ്ങളിൽ വന്ന് അടിഞ്ഞു കൂടും. സോ വയസ്സാകുമ്പോൾ ഉണ്ടാകുന്ന പല രോഗങ്ങളും ഇത്തരം ഓക്സിഡേറ്റീവ് ഇഞ്ചുറി, ടിഷ്യൂസ് ഡാമേജ് മൂലമാണ്. ഉദാഹരണം അൾഷീമേഴ്സ് ഡിസീസ്, മറവി രോഗം, പാർക്കിൻസോണിസം വിറവാദം അതുണ്ടാകാം, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് വയസ്സായിട്ടുള്ള ആൾക്കാരിലുണ്ടാകാം, അല്ലെങ്കിൽ ചെറുപ്പക്കാരിലും വരെ ഇത് ഉണ്ടാകാം. സോ ഇങ്ങനെയൊക്കെയുള്ള പല അസുഖങ്ങൾ ഉണ്ടാകാം. നാലാമത്തെ പ്രശ്നം റിലേറ്റഡ് ടു ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങളാണ്. സോ ബ്രോങ്കിയോ ആൽവിയോളാർ ഡിസീസസ്, അതിലേറ്റവും ഫേമസ് അഡൽട്ട് റെസ്പിറേറ്ററി ഡിസ്ട്രസ് സിൻഡ്രോം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ദിസ് ഫ്രീ റാഡിക്കൽസ് ഇഞ്ചുറി മൂലം ഉണ്ടാകുന്ന പ്രധാനമായിട്ടുള്ള പ്രശ്നം. അപ്പൊ ഇനി അഞ്ചാമത്തെ നമ്മൾ പറയുകയാണെങ്കിൽ ഫിഫ്ത്ത് വൺ ഈ സി വെച്ചിട്ട് പറയുകയാണെങ്കിൽ കാറ്ററാക്ട്. കാറ്ററാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണിൽ കാഴ്ച പോകുന്ന പ്രശ്നമാണ്. സോ ഏജ് റിലേറ്റഡ് ഡിസീസ് ആണ് കാറ്ററാക്ട്. ഒപ്പാസിറ്റി ഓഫ് റെറ്റിന, കാറ്ററാക്ട് തുടങ്ങിയെല്ലാം ഫ്രീ റാഡിക്കൽ ഇഞ്ചുറി മൂലം ഉണ്ടാവുന്നതാണ്. ഇനി സി വെച്ചിട്ട് പറയുകയാണെങ്കിൽ ക്യാൻസർ ഡയറക്റ്റ് ഉണ്ടാക്കുകയല്ല, DNA ഡാമേജ് ചെയ്യുമ്പോൾ, ഇപ്പോൾ DNAയിൽ പോയിട്ട് അതിനെ ഡാമേജ് ചെയ്യുകയാണെങ്കിൽ മ്യൂട്ടാജെനിസിറ്റി ഉണ്ടാക്കാം. മ്യൂട്ടാജെനിസിറ്റി ഉണ്ടാക്കുമ്പോൾ ഇതിൽ നിന്ന് പ്രോട്ടീനാണ് ഉണ്ടാവേണ്ടത്. സോ ഉണ്ടാക്കുന്ന പ്രോട്ടീൻ ശരിയായിക്കൊള്ളണം എന്നില്ല. സോ നേരത്തെ ഉണ്ടാക്കിയ പ്രോട്ടീനിൽ നിന്ന് വ്യത്യസ്തമായ പ്രോട്ടീൻ ഉണ്ടാകും, വേണ്ടാത്ത പ്രോട്ടീൻ ഉണ്ടാക്കും. സോ അപ്പോൾ നേരിട്ട് അത് മിസ്ഫങ്ഷൻ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നേരിട്ട് DNA തന്നെ ആക്രമിച്ചു കഴിഞ്ഞാലും പ്രശ്നമാണ്. സോ ഇതെല്ലാം കാർസിനോജെനിസിസ് ക്യാൻസർ ഉണ്ടാക്കുന്ന സാധ്യത വർദ്ധിപ്പിക്കും. ഇതിന്റെ കൂടെ ട്രിഗറിംഗ് ഫാക്ടേഴ്സ് നമ്മൾ പറഞ്ഞു, എൻവയോൺമെന്റൽ ടോക്സിൻസ്, ആൽക്കഹോൾ, സിഗരറ്റ് സ്മോക്കിംഗ് പോലെയുള്ളവ ദിസ് ഫ്രീ റാഡിക്കൽസ് കൂടുതലായിട്ട് ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളതാണെന്ന് പറഞ്ഞു. സോ അതെല്ലാം ക്യാൻസർ പ്രോൺ ആയിട്ടുള്ള രോഗികൾ അതിന്റെ സാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യും. പിന്നെ ഡി വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഡയബറ്റീസ്, മെലിറ്റസ് ആണ് പ്രമേഹം. സോ ഫ്രീ റാഡിക്കൽസ് നമ്മുടെ പാങ്ക്രിയാസ്, ഇതിങ്ങനെ പാങ്ക്രിയാസ് വരയ്ക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ബീറ്റാ സെൽസ്, ഐലറ്റ്സ് ഓഫ് ലാംഗർഹാൻസിനെ നേരിട്ട് നശിപ്പിക്കും ബിക്കോസ് ഓഫ് ദിസ് ഫ്രീ റാഡിക്കൽ ഇഞ്ചുറി. സോ അപ്പോൾ ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ടാക്കാം. ഇപ്പോൾ ഓൾറെഡി ഡയബറ്റീസ് ഉള്ള ആൾക്കാരിലാണെങ്കിലോ, ഡയബറ്റീസ് ഉള്ളവരിൽ അവരുടെ ബ്ലഡ് വെസൽസിൽ നമുക്കറിയാം, ഡയബറ്റീസ് എന്ന് വെച്ചാൽ ബ്ലഡ് വെസൽ രോഗം കൂടിയാണ്. ബ്ലഡ് വെസലിലുള്ള ഇപ്പോൾ ചെറിയ ബ്ലഡ് വെസൽസ് ഉണ്ട്, വലുത്, മൈക്രോ ആൻഡ് മാക്രോ വാസ്കുലർ ആൻജിയോപ്പതി പോലെയുള്ള ഡിസീസസ് ഉണ്ടാക്കാം. സോ ദിസ് ഓൾ ക്യാൻ ബി ബിക്കോസ് ഓഫ് ഫ്രീ റാഡിക്കൽ. സോ ദീസ് ആർ സം ഓഫ് ദ എക്സാമ്പിൾസ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, ഇപ്പോൾ കോപ്പർ കൂടിയ ആൾക്കാരിൽ അല്ലെങ്കിൽ അയൺ കൂടിയ ആൾക്കാരിലൊക്കെ ലിവർ സിറോസിസ് ഒക്കെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ബിക്കോസ് അവയ്ക്കുള്ള ആന്റി ഓക്സിഡൻസിന്റെ എമൗണ്ട് ചിലപ്പോൾ കുറവായിരിക്കും ശരീരത്തിൽ. സോ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചില അസുഖങ്ങൾ ബിക്കോസ് ഓഫ് ദിസ് ഫ്രീ റാഡിക്കൽസ്. അപ്പൊ നമ്മുടെ ചോദ്യം ഇതാണ്, നിന്നെ രക്ഷിക്കാൻ ആരുണ്ടോ? അപ്പൊ അതിന്റെ ഉത്തരമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്, ആന്റി ഓക്സിഡൻസ്. സോ ആന്റി ഓക്സിഡൻസ്, സോ ഫ്രീ റാഡിക്കൽസ് ഇങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് റിമൂവ് ചെയ്യാൻ, റിമൂവൽ അപ്പപ്പോ ഇല്ലാതാക്കാം. ഫ്രീ റാഡിക്കൽസ് കൂടുതലാണെങ്കിൽ അതിന്റെ എക്സസ് തടയുക. ദെൻ ഫ്രീ റാഡിക്കൽസിനെ സ്കാവെഞ്ച് ചെയ്യുക, സ്കാവെഞ്ചർ. സോ ദീസ് ആർ ഫ്രീ റാഡിക്കൽ സ്കാവെഞ്ചേഴ്സ്. സോ അതിനെയാണ് നമ്മൾ ആന്റി ഓക്സിഡൻസ് എന്ന് വിളിക്കുക. ആന്റി ഓക്സിഡൻസ് ആർ സോ ഫ്രീ റാഡിക്കൽ സ്കാവെഞ്ചേഴ്സ് ആണ്. സോ ആന്റി ഓക്സിഡൻസ് ആർ ഏജന്റ്സ് ദാറ്റ് പ്രൊട്ടക്ഷൻ ആണ്, ഏജന്റ്സ് ദാറ്റ് പ്രൊട്ടക്ട് അവർ ഫിസിയോളജിക്കൽ systems from free radical injury. So protect from free radical injury, അതിനാണ് നമ്മൾ ആന്റി ഓക്സിഡൻസ് എന്ന് വിളിക്കുക. സോ ഇവ എന്താ ചെയ്യുക? ഇവ ഫ്രീ റാഡിക്കൽസിന് വേണ്ട എന്തായിരുന്നു? ഒരു ഇലക്ട്രോൺ ആണ് അവർ ആവശ്യപ്പെടുന്നുള്ളൂ. ആ ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുക്കുക, എന്നിട്ട് അടങ്ങിയിരുന്നോ മക്കളെ എന്ന് പറയും. സോ they can remove or they can accept electrons. So they limit the destructive capacity of these free radicals and they can remove the free radicals. So these are also called as free radical scavengers എന്ന് വിളിക്കും. So free
റാഡിക്കൽ സ്കാവഞ്ചേഴ്സ് എന്നും ഇവയെ നമ്മൾ വിളിക്കുന്നുണ്ട്. സോ സബ്സ്റ്റൻസസ് വിച്ച് ഡിക്രീസസ് ഓർ ഇൻഹിബിറ്റ് ദ ഫ്രീ റാഡിക്കൽസ്, അതിനാണ് നമ്മൾ ആന്റി ഓക്സിഡൻസ് എന്ന് പറയുന്നത്. സോ രണ്ട് പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ. ഒന്ന് നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടെങ്കിൽ, ശരീരത്തിനകത്ത് തന്നെ ഉള്ളവ നമ്മൾ എൻഡോജീനിയസ് ആന്റി ഓക്സിഡൻസ് ആണ്. ഇനി പുറത്തുനിന്ന് നൽകുന്നവയാണെങ്കിൽ നമ്മൾ അവ എക്സോജീനിയസ് ആന്റി ഓക്സിഡൻസ് എന്ന് നമുക്ക് വിളിക്കാം. ഇനി ആന്റി ഓക്സിഡൻസിനെ നമ്മളൊന്ന് ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ, ഗോ ഫോർ ക്ലാസിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാക്കാം. ഒന്ന് എൻസൈമാറ്റിക് ആണ്. എൻസൈമാറ്റിക് ആന്റി ഓക്സിഡൻസ് ആണ്. സോ ദീസ് ആർ എൻസൈംസ് ആണ്, നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ളതാണ്, പ്രസന്റ് ഇൻ അവർ ബോഡി. നമ്മൾ ഓൾറെഡി ഇവയെല്ലാം കണ്ടു കഴിഞ്ഞു. ബിക്കോസ് നമ്മൾ ഫ്രീ റാഡിക്കൽസ് എങ്ങനെ ഫോം ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാണ്. 4 പേരാണ് നമ്മൾ കണ്ടത്. വൺ ഈ സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ട്, കാറ്റലേസ് എന്ന് പറയുന്ന എൻസൈം ഉണ്ട്, ദെൻ ഗ്ലൂട്ടത്തയോൺ പെറോക്സിഡേസ് ആൻഡ് ഓൾസോ ഗ്ലൂട്ടത്തയോൺ റിഡക്ടേസ്. സോ ഈ 4 എൻസൈം ആണ് എൻസൈമാറ്റിക് ആന്റി ഓക്സിഡൻസ്. സോ ഇതെല്ലാം എൻഡോജീനസ് ആണ്, നമ്മുടെ ശരീരത്തിൽ തന്നെ ഉള്ളതാണ്. സോ ദീസ് ആർ എൻഡോജീനസ്. ഇനി രണ്ടാമത്തത് നോൺ എൻസൈമാറ്റിക് ആണ്. നോൺ എൻസൈമാറ്റിക് എൻസൈംസ് അല്ല എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകത. ആൻഡ് ഇതിൽ തന്നെ നമുക്ക് ആദ്യം ഫുഡിലൂടെ കിട്ടുന്ന ന്യൂട്രീഷണൽ അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് കഴിക്കുന്നതും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ആൻഡ് ഓൾസോ ദെൻ മിനറൽസ് ഉണ്ട്. ന്യൂട്രീഷണൽ നമ്മൾ ഫുഡായിട്ട് കഴിക്കുന്നതാണ്. വൈറ്റമിൻസും മിനറൽസും ആണ് ന്യൂട്രീഷണൽ. പിന്നെ ഉള്ളത് മിനറൽസ് നമ്മൾ പറഞ്ഞു. പിന്നെ ഉള്ളത് മൂന്നാമത്തെ അല്ലെങ്കിൽ രണ്ടാമത്തെ ഗ്രൂപ്പ്. സോ ന്യൂട്രീഷനിലാണ് വൈറ്റമിനും മിനറലും വരിക. ദെൻ അല്ലാത്തത് നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള എൻഡോജീനസ് കോമ്പൗണ്ട്സ് ആണ്. വീണ്ടും എൻഡോജീനസ് കോമ്പൗണ്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഫെറിറ്റിൻ നമുക്ക് എഴുതാം, ട്രാൻസ്ഫെറിൻ നമുക്ക് എഴുതാം, സെറുലോപ്ലാസ്മിൻ എന്ന് പറയുന്നതുണ്ട്, ബിലിറൂബിൻ നമുക്ക് എല്ലാവരും അറിയാം, യൂറിക് ആസിഡ് നമുക്കറിയാം, ലിപ്പോയിക് ആസിഡ് ഉണ്ട്, യുബിക്കിനോൺസ് ഉണ്ട്, ദെൻ കോ എൻസൈം ക്യൂ എന്ന്. സോ ദീസ് ഓൾ ആർ എൻഡോജിനസ്. നമുക്ക് ഇത് ഓരോന്നായിട്ട് കാണാം. എൻസൈംസ് പ്രധാനമാണ്, പക്ഷെ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ ഇതൊന്ന് പറഞ്ഞു പോയതാണ്. എൻസൈംസിന്റെ പേരും അവ ചെയ്യുന്ന പ്രവർത്തനമൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ആദ്യം എക്സോജീനിയസ് നമുക്ക് ആദ്യം പറയാം. സോ എക്സോജീനിയസ് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ന്യൂട്രീഷണൽ മെറ്റീരിയൽസ് ഏറ്റവും പ്രധാനം വൈറ്റമിൻസ് ആണ്. വൈറ്റമിൻസിൽ തന്നെ ഒന്ന് വൈറ്റമിൻ ഇ ആണ്. ഞാൻ ആദ്യം പറയാം. വൈറ്റമിൻ ഇക്ക് വേറെ പേര് ആൽഫ ടോക്കോഫെറോൾ എന്നും നമ്മൾ വിളിക്കും. സോ ഇത് ഇസ് എ ചെയിൻ ബ്രേക്കിംഗ് ആന്റി ഓക്സിഡന്റ് എന്നും നമ്മൾ ഇതിനെ വിളിക്കും. കാരണം എന്താ വെച്ചാൽ ലിപ്പിഡ് പെറോക്സിഡേഷൻ തടയുന്നുണ്ട്. ലിപ്പിഡ് പെറോക്സിഡേഷൻ മെംബ്രെയിനിലാണ്. സോ ഈ ഡ്രഗ്സ് ദിസ് ടോക്കോഫെറോൾ ക്യാൻ ആക്ട് ഓൺ ദ സെൽ മെംബ്രെയിൻ തടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അകത്തേക്ക് ഒന്നും കയറി വരുന്നില്ല, പ്രശ്നങ്ങൾ കുറവായിരിക്കും. സോ ഇത് ഇപ്പോൾ ഉദാഹരണം ROO, ഇതൊരു ലിപ്പിഡ് പെറോക്സൈഡ് ആണ് എന്ന് വിചാരിക്കുക. ലിപ്പിഡ് പെറോക്സിഡേഷൻ ഉണ്ടാകുമ്പോൾ ഉണ്ടാവുന്നതാണ് ഈ ലിപ്പിഡ് പെറോക്സൈഡ് എന്ന് പറയുന്നത്. സോ ഇത് വൈറ്റമിൻ ഇ ആയിട്ട്, വൈറ്റമിൻ ഇയുടെ റെഡ്യൂസ്ഡ്, ഞാൻ ആർന്ന് എഴുതാം, റെഡ്യൂസ്ഡ് വൈറ്റമിൻ ഇ ആയിട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് ROOH ആണ് ഉണ്ടാവുക. ലിപ്പിഡ് ഹൈഡ്രോക്സി പെറോക്സൈഡ് ഉണ്ടാകും, പ്ലസ് അതിന്റെ കൂടെ ഓക്സിഡൈസ്ഡ് വൈറ്റമിൻ ഇ ഉണ്ടാകും. സോ വൈറ്റമിൻ ഇ സ്വയം ഓക്സിഡൈസേഷന് വിധേയമായിട്ട് ആയി നമ്മളെ രക്ഷിക്കുകയാണ്. അപ്പൊ അതാണ് വൈറ്റമിൻ ഇയുടെ റോള്. സോ രണ്ടാമത്തത് നമുക്ക് പറയാനുള്ളത് വൈറ്റമിൻ സി ആണ്. വൈറ്റമിൻ സി എന്ന് പറയുന്നത് വൈറ്റമിൻ സി ഈസ് അസ്കോർബിക് ആസിഡ് ആണ്, നമുക്കറിയാം, അസ്കോർബിക് ആസിഡ്. ഈ വൈറ്റമിൻ സിക്ക് വൈറ്റമിൻ ഇയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓക്സിഡൈസ്ഡ് വൈറ്റമിൻ സിയെ വീണ്ടും റെഡ്യൂസ്ഡ് വൈറ്റമിൻ ഇ ആക്കി മാറ്റുന്നത്. സോ ഓക്സിഡൈസ്ഡ് വൈറ്റമിൻ ഇയെ റെഡ്യൂസ്ഡ് വൈറ്റമിൻ ഇ ആക്കി മാറ്റാനായിട്ട് ആർക്ക് ചെയ്യാൻ പറ്റും? ദിസ് വൈറ്റമിൻ സി ക്യാൻ ഡു. അപ്പോൾ എന്താ ഗുണം? അപ്പോൾ റെഡ്യൂസ്ഡ് വൈറ്റമിൻ ഇ എപ്പോഴും അവൈലബിൾ ആകും. സോ ഈ സംഭവം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. സോ ഇതാണ് ഒരു സ്റ്റെപ്പ്. വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഓഫ് വൈറ്റമിൻ സി ഈസ് ഇൻ ഹെൽപ്പിംഗ് ദ വൈറ്റമിൻ ഇ. ഇനി ഇതല്ലാതെ വൈറ്റമിൻ സിക്ക് നേരിട്ടും, ഉദാഹരണത്തിന് സൂപ്പർ ഓക്സൈഡ് ആനയോണിനെ നേരിട്ട്, സൂപ്പർ ഓക്സൈഡ് ആനയോൺ എന്ന് വെച്ചാൽ ഇതാണ്, അതിനെ നേരിട്ട് കമ്പൈൻ ചെയ്യാൻ പറ്റും. ഹൈഡ്രോക്സിൽ റാഡിക്കലുമായിട്ടും കമ്പൈൻ ചെയ്യാൻ പറ്റും. സോ സൂപ്പർ ഓക്സൈഡ് ആനയുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടാകും, പ്ലസ് മോണോ ഡീഹൈഡ്രോ അസറ്റേറ്റ് ഉണ്ടാകും. ഇതായിട്ട് കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ ഉണ്ടാകുന്നത് വാട്ടറാണ്. വാട്ടർ പ്ലസ് മോണോ ഡീഹൈഡ്രോ അസറ്റേറ്റ് ഉണ്ടാകും. സോ ഇത് രണ്ട് വഴിയും വൈറ്റമിൻ സി പ്ലസ് ദിസ് ഹെൽപ്പിംഗ് ഓൺ വൈറ്റമിൻ ഇ, ദിസ് ക്യാൻ ആക്ട് ആസ് ആൻ ആന്റി ഓക്സിഡന്റ്. ഇനി വൈറ്റമിൻ സി കാറ്ററാക്ട് പ്രിവെൻഷൻ ഒക്കെ പ്രധാനപ്പെട്ട റോളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി വൈറ്റമിൻ എ ആണ് അടുത്തത്. വൈറ്റമിൻ എ അനലോഗായിട്ട്, വൈറ്റമിൻ എയുടെ അനലോഗായിട്ട് ബീറ്റ കരോട്ടിൻ ആണ്. ബീറ്റ കരോട്ടിനായിട്ട് ആക്ട് ചെയ്ത് പ്രവർത്തിക്കുക. അതിന് എഗെയിൻ സൂപ്പർ ഓക്സൈഡിനെ ആനോണായിട്ട് തടയാൻ പറ്റും. ദെൻ പെറോക്സി റാഡിക്കലിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റും. സിംഗിലറ്റ് ഓക്സിജനെ തടയാൻ പറ്റും. സോ ഇതൊക്കെ ആയിട്ട് കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റമിൻ എ ക്യാൻ ഓൾസോ ആക്ട് ആസ് ആൻ ആന്റി ഓക്സിഡൻസ്. ആൻഡ് വൈറ്റമിൻ എ ബ്ലഡ് വെസൽസിലെ LDH ഓക്സിഡേഷനെ തടയാനും പറ്റും വൈറ്റമിൻ എ. നേരത്തെ മിനറൽസിന്റെ പേര് പറയാൻ വിട്ടു എന്ന് തോന്നുന്നു. ഉദാഹരണത്തിന് സിങ്ക്, ദെൻ കോപ്പർ, ദെൻ മാംഗനീസ്, ദെൻ സെലീനിയം. സോ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ
സംഭവങ്ങളാണ് മിനറൽസ്, ദേ ക്യാൻ ആക്ട് ആസ് ആന്റി ഓക്സിഡന്റ്. ഇനി നമ്മൾ ഫൈറ്റോകെമിക്കൽസ് ഫ്രം പ്ലാന്റ്സിൽ നിന്നുള്ള ഫൈറ്റോകെമിക്കൽസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഫൈറ്റോകെമിക്കൽസ് ആന്റി ഓക്സിഡന്റ് ആയിട്ട് നമ്മൾ പുറത്ത് കഴിക്കാറുണ്ട്. പോളിഫിനോൾസ് അല്ലെങ്കിൽ പോളിഫിനോളിക് കോമ്പൗണ്ട്സും ദെൻ ഫ്ലേവനോയിഡ്സും ആണ് നമ്മൾ പ്രധാനമായിട്ടും ഇതിന് ഉപയോഗിക്കുക. ഇതെല്ലാം പ്ലാന്റ് സോഴ്സ് ആണ്. ഇപ്പോൾ ഫ്ലേവനോയിഡ്സ് തന്നെ പലവിധ ഫ്ലേവനോയിഡ്സ് ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഫ്ലേവാനോൾസ് ഉണ്ട്, ഫ്ലേവാനോൺസ് ഉണ്ട്, ഫ്ലേവോൺസ് ഉണ്ട്, ഐസോഫ്ലേവോൺസ് ഉണ്ട്, ദെൻ നിയോഫ്ലേവനോയിഡ്, ചാക്കോൺസോ, അങ്ങനെയൊക്കെയുള്ള പലവിധ ഫ്ലേവനോയിഡ്സ് ഉണ്ട്. സോ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫ്ലേവനോയിഡ് എന്ന് പറയുന്നത് ക്വെർസെറ്റിൻ ആണ്. ക്വെർസെറ്റിൻ ഈസ് വെരി ഫേമസ്. ദെൻ റൂട്ടിൻ എന്ന് പറയുന്ന ഒരെണ്ണമുണ്ട്. ദെൻ കെയിംഫെറോൾ പോലെയുള്ള സംഭവം. ഇതെല്ലാം ലിപ്പിഡ് പെറോക്സിഡേഷനെ തടയാൻ കഴിവുള്ള പ്ലാന്റുകളിൽ, ചെടികളിൽ നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റുകളാണ്. ദെൻ സിട്രസ് നാരങ്ങയൊക്കെ ഉൾപ്പെടുന്ന സിട്രസ് ഫ്രൂട്ട്സിലുള്ള ഹെസ്പെരിഡിൻ എന്ന് പറയുന്ന സംഭവമുണ്ട്. നാരഞ്ചനിൻ ഉണ്ട്. ദെൻ ഗാലിക് ആസിഡ് സോൾട്സ് ഉണ്ട്. ഡെൽഫിനിഡിൻ പച്ചക്കറിയിൽ നിന്ന് കിട്ടുന്നതാണെന്ന് തോന്നുന്നു. ദെൻ ജെനിസ്റ്റീൻ ഈസ് അനദർ വൺ. ഡയോസ്മിൻ, ആപ്പിജെനിൻ വളരെ ഫേമസ് ആണ്. ആപ്പിജെനിൻ ഇതെല്ലാം ന്യൂട്രാസ്യൂട്ടിക്കൽസ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട് ടു പ്രിവെന്റ് ദ ഓക്സിഡേറ്റീവ് സ്ട്രെസ്. അത് കുറയ്ക്കാനായിട്ട് ന്യൂട്രാസ്യൂട്ടിക്കൽസ് ആയിട്ട് ഉപയോഗിക്കുന്നു. സോ ഞാൻ കുറച്ച് പേരുകൾ വെറുതെ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സോ സം പ്ലാന്റ് സോഴ്സസ് ആർ ഓൾസോ യൂസ്ഡ് ആസ് ആന്റി ഓക്സിഡൻസ്. ഇനി ശരീരത്തിൽ തന്നെയുള്ള എൻഡോജീനസ് കോമ്പൗണ്ട്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. സെറുലോപ്ലാസ്മിൻ എന്ന് വെച്ചാൽ കോപ്പർ ആയിട്ട് കമ്പൈൻ ചെയ്യാണ്. കോപ്പർ ഫ്രീ റാഡിക്കൽസിനെ തടയുന്നു. ദെൻ ട്രാൻസ്ഫെറിൻ, അത് അയേണിനെ കമ്പൈൻ ചെയ്യുന്നു. ആൻഡ് ഓൾസോ ഫെറിറ്റിനും, അതും അയേണിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതാണ്. സോ അയേണിനെ ട്രാൻസ്പോർട്ട് ചെയ്തില്ലെങ്കിൽ എന്താണ് കുഴപ്പം? അയേൺ എന്ത് ചെയ്യും? ഫെറസ് വിത്ത് ഹൈഡ്രോക്സിൽ റാഡിക്കൽ നമ്മൾ പറഞ്ഞു. ഫെൻഡോൺ റിയാക്ഷൻ പറഞ്ഞു. ഇത് സംഭവം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന റിയാക്ഷൻസ് ആണ്. ദെൻ ബിലിറൂബിൻ ഉണ്ട്. ലിപ്പോയിക് ആസിഡ്, കോഎൻസൈം ക്യൂ, ദെൻ യുബിക്വിനോൺ. സോ ഇങ്ങനെയൊക്കെയുള്ള വിവിധ എൻഡോജീനസ് ആന്റി ഓക്സിഡൻസും നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ട്. സോ ഫൈനലി ടു ദ എൻസൈമാറ്റിക് ആന്റി ഓക്സിഡൻസ് ഏറ്റവും പ്രധാനം SOD ആണ്. SOD മീൻസ് സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ് എന്ന് പറയുന്ന എൻസൈമാണ്. ഡിസ്മ്യൂട്ടേസ് എന്ന് പറയുന്ന, നമ്മൾ സാധാരണ SOD എന്നാണ് നമ്മൾ വിളിക്കുക. ആൻഡ് ഇത് ചെയ്യുന്നത് സൂപ്പർ ഓക്സൈഡ്. ഇതാണ് സൂപ്പർ ഓക്സൈഡ്. അതുമായിട്ട് പ്രവർത്തിച്ചിട്ട് അതിനെ എന്താക്കി മാറ്റുന്നതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഹൈഡ്രജൻ പെറോക്സൈഡ് ആക്കി മാറ്റുന്നതാണ് സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ്. ഇതാണ് അവരുടെ പ്രവർത്തനം. സോ ദിസ് ഈസ് അതിനെ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. സോ ഇത് സെല്ലിനകത്ത്, ഇപ്പൊ സെല്ലാണെങ്കിൽ സെല്ലിന്റെ അകത്തുള്ളതുണ്ട് സൈറ്റോസോളിക്. ആൻഡ് അങ്ങനെയുള്ളവയിൽ ദി സിങ്ക് അല്ലെങ്കിൽ കോപ്പർ ഒക്കെ ആയിരിക്കും അതിനകത്ത് ഉള്ള കോർഡിനേറ്റ് മെറ്റൽ അയോൺ ആയിട്ട് പ്രവർത്തിക്കുക. പക്ഷെ ഉദാഹരണം അത് മൈറ്റോകോൺട്രിയയുടെ, ഇതിന്റെ അകത്ത് മൈറ്റോകോൺട്രിയയുടെ ഉള്ളിലാണെങ്കിൽ അതിന്റെ കോർഡിനേറ്റ് മെറ്റൽ ഈസ് മാംഗനീസ് ആണ്. സോ ഇതൊന്ന് ഓർത്ത് വെച്ചേക്ക്, ചിലപ്പോഴെങ്കിലും MCQലൊക്കെ ചോദിക്കുന്ന ചോദ്യമാണ്. ഇനി SOD1 ബ്രെയിനിലുള്ളതാണ്. SOD1 എന്തെങ്കിലും മ്യൂട്ടേഷൻ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് അമിയോട്രോപിക് ലാറ്ററൽ സ്ക്ലീറോസിസ് എന്ന് പറഞ്ഞ അസുഖം. SOD1 എന്ന് പറയുന്ന എൻസൈമിൽ എന്തെങ്കിലും മ്യൂട്ടേഷൻ വരുമ്പോൾ ഉണ്ടാവുന്നതാണ്. ആൻഡ് ദിസ് സൂപ്പർ ഓക്സൈഡ് ഡിസ്മ്യൂട്ടേസ്, ഇതാണുള്ള ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് വി ക്യാൻ കോൾ ദം ആസ് എന്താ വിളിക്കുക, ചെയിൻ ബ്രേക്കിംഗ് ആന്റി ഓക്സിഡന്റ് എന്ന് വിളിക്കാമെന്ന് പറഞ്ഞു. വേറെ നമ്മൾ കണ്ടു കഴിഞ്ഞു, അത് വൈറ്റമിൻ E ആയിരുന്നു. പിന്നെ ഉള്ളത് യൂറിക് ആസിഡ് ആണ്. രണ്ടാമത്തെ എൻസൈം എന്ന് പറയുന്നത് കാറ്റലൈസ് ആണ്. സോ സെക്കൻഡ് വൺ ഈസ് കാറ്റലൈസ് എൻസൈം ആണ്. കാറ്റലൈസ് ചെയ്യുന്ന എന്തുവാ? ഈ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടായതിന് സെക്കൻഡ് സ്റ്റെപ്പ് വീണ്ടും ഒരു ഇലക്ട്രോൺ കൊടുക്കുകയാണ്. അതിനെ ഹൈഡ്രോക്സിൽ റാഡിക്കലാക്കി മാറ്റുകയാണ് കാറ്റലൈസ് ചെയ്യുക. ആൻഡ് അടുത്ത സ്റ്റെപ്പ് ഗ്ലൂട്ടത്തയോൺ പെറോക്സിഡൈസ് ആണ് ചെയ്യുക. സോ അപ്പോൾ മൂന്നാമത്തെ എൻസൈം ഈസ് ഗ്ലൂട്ടത്തയോൺ പെറോക്സിഡൈസ് ആണ്. ഗ്ലൂട്ടത്തയോൺ പെറോക്സിഡൈസ് ഇവിടെ ഉണ്ടായിരുന്ന ഈ ഹൈഡ്രജൻ പെറോക്സൈഡിലും ആക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഹൈഡ്രോക്സിൽ അയോണിനും ആക്ട് ചെയ്തിട്ട് വെള്ളം പ്ലസ് ഓക്സിജൻ ആക്കി മാറ്റുന്ന സ്റ്റെപ്പാണ് ഗ്ലൂട്ടത്തയോൺ പെറോക്സിഡൈസ്. ഇത് ഇമ്പോർട്ടൻറ്റ്, പെറോക്സിഡൈസ് ചെയ്യുക. ആൻഡ് ഇതിന്റെ ഇമ്പോർട്ടൻസ് ഒരു സെലീനിയം കണ്ടെയ്നിങ് എൻസൈം ആണെന്ന് ഓർത്തിരിക്കുക. അതും MCQനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ഇത് ചെയ്യുന്നത്, ഇവിടെയുള്ള റിയാക്ഷൻ നടക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡ്യൂസ്ഡ് ഗ്ലൂട്ടത്തയോൺ അല്ലെങ്കിൽ നമ്മൾ GSH എന്നാണത്. GSH വിൽ ബി കൺവേർട്ടഡ് ടു ഓക്സിഡൈസ്ഡ് ഗ്ലൂട്ടത്തയോൺ. ഓക്സിഡൈസ്ഡ് ഗ്ലൂട്ടത്തയോൺ നമ്മൾ എഴുതുക GSS, ഓക്സിഡൈസ്ഡ് ഗ്ലൂട്ടത്തയോൺ ആയിട്ട് മാറുക. ആൻഡ് ഈ ഓക്സിഡൈസ്ഡ് ഗ്ലൂട്ടത്തയോൺ അതിനെ വീണ്ടും റെഡ്യൂസ്ഡ് ഗ്ലൂട്ടത്തയോൺ ആക്കി മാറ്റുന്നുണ്ട്. അത് ചെയ്യുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യുന്നത് നാലാമത്തെ എൻസൈമാണ്. നാലാമത്തെ എൻസൈം ഈസ് ഗ്ലൂട്ടത്തയോൺ റിഡക്ടേസ് എന്ന് പറയുന്ന എൻസൈമാണ് ഇത് ചെയ്യുക. അപ്പോൾ എന്താണ് അതിന്റെ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൈലബിലിറ്റി ഓഫ് ദിസ് റെഡ്യൂസ് ഗ്ലൂട്ടത്തയോൺ ഒരുപാട് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ആൻഡ് ദിസ് സ്റ്റെപ്പ് ഈസ് NADPH ഡിപെൻഡന്റ് എൻസൈം ആണ്. സോ ഗ്ലൂട്ടത്തയോൺ റിഡക്ടേസ് ഇസ് NADPH ഡിപെൻഡന്റ് എൻസൈം ആണ്. ആൻഡ് ദിസ് ഗ്ലൂട്ടത്തയോൺ പെറോക്സിഡൈസ് ചെയ്യുന്നത് വാട്ടറും ഓക്സിജനും ആക്കി മാറ്റുകയാണ്. ഹൈഡ്രോക്സിലിനെയും H2O2നെയും വാട്ടറാക്കി മാറ്റുക. ഇനി ഈ ഗ്ലൂട്ടത്തയോൺ റിഡക്ടേസ്, ഈ എൻസൈം ഗ്ലൂട്ടത്തയോൺ റിഡക്ടേസ് എന്ന് പറയുന്ന എൻസൈമിന് വേറെ റോൾ കൂടിയുണ്ട്. അത് നമ്മൾ ലിപ്പിഡ് പെറോക്സിഡേഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു. സോ അവിടെ ഇപ്പോൾ
COOH. ഹൈഡ്രോക്സി പെറോക്സി റാഡിക്കൽ ആണ്. എവിടെയായിരുന്നു അത്? പുഫയിലാണ്. പുഫ എന്ന് വെച്ചാൽ പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്. സോ ഇവിടെ ഇതുമായിട്ട് ആര് ജോയിൻ ചെയ്യുന്നു? ഗ്ലൂട്ടത്തയോൺ റിഡക്ടേസ് ജോയിൻ ചെയ്യും. അങ്ങനെ ഇതിനെ ഈ ഫാറ്റി ആസിഡിനെ ഹൈഡ്രോക്സി ഫാറ്റി ആസിഡ് ആക്കി മാറ്റുന്നു, പ്ലസ് വാട്ടറുമാക്കി മാറ്റുന്ന ഫംഗ്ഷൻ കൂടി ഗ്ലൂട്ടത്തയോൺ റിഡക്ടേസ് ചെയ്യുന്നുണ്ട്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ഫ്രീ റാഡിക്കൽസ് ആൻഡ് ആന്റി ഓക്സിഡൻസ്. സോ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഫ്രീ റാഡിക്കൽസിനെ പറ്റിയാണ് പറഞ്ഞത് അധികം. സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് ഡിസീസസ് ആൻഡ് ഓൾസോ ആന്റി ഓക്സിഡൻസ്. സോ ഇത്രയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.